ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു ഹാപ്പി സ്റ്റോക്കിസ്റ്റ്. ഇന്ന് നമ്മൾ ക്രോഷ്യയിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളതിൽ ഏറ്റവും ക്യൂട്ടായി എന്ന് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു സംഭവമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നിങ്ങൾ തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ നമ്മൾ ഇന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത് ക്രോഷ്യ ഫ്ലവർ ബാസ്ക്കറ്റ് ഫ്രിഡ്ജ് മാഗ്നറ്റ് ആണ്. ഇങ്ങനെ ഒരു പേര് പറഞ്ഞൊപ്പിക്കാൻ തന്നെ കുറച്ച് പാടുണ്ട് കേട്ടോ. സംഭവം വലിയ പേരായി പോയില്ലേ. എന്തായാലും ഇത് ഉണ്ടാക്കാൻ വലിയ പണിയൊന്നുമില്ല, ഭയങ്കര സിമ്പിൾ തന്നെയാണ്. നമുക്ക് മെയിനായിട്ട് ഇതിലൊരു ഫ്ലവർ ബാസ്ക്കറ്റ് ഉണ്ടാക്കിയെടുക്കണം, പിന്നെ കുറേ ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കണം. ഈ കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കാനും വലിയ ടൈമൊന്നും വേണ്ട, പക്ഷെ ഒരുപാട് എണ്ണം ഉണ്ടാക്കുമ്പോൾ കുറച്ച് സമയമെടുക്കും, അത്രേ ഉള്ളൂ. ഫുള്ള് നമ്മൾ ഏകദേശം ഡബിൾ ക്രോഷ്യേഴ്സ് വെച്ചിട്ടാണ് കേട്ടോ ഇത് ചെയ്യുന്നത്. ഇത് നേരിട്ട് കാണാൻ നല്ല അടിപൊളിയാണ്, അതുകൊണ്ട് തന്നെ ഇത് ചെയ്യാനെടുത്ത ടൈം ഒരിക്കലും വേസ്റ്റ് ആയി പോയി എന്ന് നിങ്ങൾക്ക് എന്തായാലും ഫീൽ ചെയ്യില്ല. ഇതുപോലെ ഒരു ഡെക്കറേറ്റീവ് പീസ് ആയിട്ട് വെക്കാം. അത് കൂടാണ്ട് വേറൊരു യൂസ് ഉള്ളത് എന്താന്ന് വെച്ചാൽ, നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ നോട്ട് ഫ്രിഡ്ജിന്റെ മേലെ ഒട്ടിച്ച് വെക്കണമെങ്കിൽ ആ നോട്ട് എടുക്കുക, എന്നിട്ട് നമ്മുടെ ഫ്രിഡ്ജ് മാഗ്നറ്റിൽ നിന്ന് ഒരു മാഗ്നറ്റ് എടുക്കുക, എന്നിട്ട് അതിന്റെ സൈഡിൽ ഇതുപോലെ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്താൽ അതവിടെ നല്ല സെക്യൂർ ആയിട്ട് നിന്നോളും. അടിപൊളിയല്ലേ? അപ്പൊ എന്തായാലും നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുന്നേ ആദ്യം ഇതിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് എന്തൊക്കെയാന്നുള്ളത് നോക്കാം. മെയിനായിട്ട് നമുക്ക് വേണ്ടത് ക്രോഷ്യ ആണ്. ഞാൻ എടുത്തിട്ടുള്ളത് 100% അക്രിലിക് ആണ്. ബ്രൗൺ കളർ എടുത്തിട്ടുള്ളത് നമുക്കതിൻ്റെ പോട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ഇതുപോലെ പോട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ബ്രൗൺ കളർ എടുത്തിട്ടുള്ളത്. പിന്നെ ഫ്ലവേഴ്സിന് നിങ്ങൾ കയ്യിലുള്ള ഏതെങ്കിലും സ്ക്രാപ്പ് യാൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ, അത് മതിയാവും. കാരണം ചെറിയ പീസ് മതി നമുക്ക് ഫ്ലവേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ. പിന്നെ ആ സ്റ്റെമ്മ് ചുറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്, സ്റ്റെമ്മിൻ്റെ മേലെ ചുറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഗ്രീൻ യാണോ അതല്ലെങ്കിൽ ഗ്രീൻ എംബ്രോയിഡറി ത്രെഡോ യൂസ് ചെയ്താൽ മതി, അതും ചെറിയ പീസ് മതിയാവും. പിന്നെ ഹുക്ക് എടുത്തിട്ടുള്ളത് 4mm ഹുക്കാണ്. കാരണം ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത് 4mm ആയിരുന്നു. പൊതുവേ നമ്മുടെ യാണിൻ്റെ ടാഗിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും ഏത് ഹുക്ക് സൈസാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ആ കറസ്പോണ്ടിങ് ഹുക്ക് ഉണ്ടെങ്കിൽ അതെടുക്കുക. ഇനി അതില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ തൊട്ട് അടുത്തുള്ള സൈസ് ഹുക്ക് എടുക്കുക കേട്ടോ. പിന്നെ വേണ്ടത് സ്റ്റിച്ച് മാർക്കറാണ്. സ്റ്റിച്ച് മാർക്കർ ഇല്ല എന്നുണ്ടെങ്കിൽ സേഫ്റ്റി പിന്നായാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ നമുക്ക് വേണ്ടത് സിസേഴ്സ് ആണ്. സിസേഴ്സ് നിങ്ങളുടെ കയ്യിലുള്ള ഏത് സിസേഴ്സ് എന്ന് വെച്ചാൽ അതെടുക്കുക. പിന്നെ ടേപ്പിസ്ട്രി നീഡിൽ വേണം. പിന്നെ വേണ്ടത് ഇതുപോലെ കമ്പികളാണ്. ഓക്കെ, ഇതുപോലത്തെ മെറ്റൽ ക്രാഫ്റ്റ് വയേഴ്സ് ഇതുപോലത്തെ, അതൊന്ന് നമ്മൾ മുറിച്ചെടുത്താൽ മതി. നമ്മുടെ ആ സ്റ്റെമ്മിന് വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ നമ്മൾ ഫ്രിഡ്ജ് മാഗ്നറ്റ് ആണല്ലോ ഉദ്ദേശിക്കുന്നത്, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മാഗ്നറ്റ് ഉണ്ടെങ്കിൽ അതെടുക്കുക. ഇത് മാഗ്നറ്റിക് സ്റ്റിക്കേഴ്സ് ആണ് കേട്ടോ. ഇതുപോലത്തെ ഉണ്ടെങ്കിൽ അതെടുക്കുക. ഇനി അതല്ല, ഇതുപോലത്തെ ചെറിയ ചെറിയ മാഗ്നറ്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. അപ്പോൾ ഇത്രയും മെറ്റീരിയൽസ് ആണ് മെയിനായിട്ട് വേണ്ടത്. പിന്നെ നമുക്ക് ആവശ്യം വരിക ഗ്ലൂ ആണ്. അത് ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്യാം, അതേപോലെ തന്നെ B7000 ഗ്ലൂ ഉണ്ടെങ്കിൽ അതൊക്കെ യൂസ് ചെയ്യാം. അതൊക്കെ വഴിയേ ഞാൻ പറഞ്ഞുതരാം കേട്ടോ വീഡിയോയിൽ. ആ സമയത്തുമ്പോൾ എന്തൊക്കെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ചെയ്ത് തുടങ്ങുന്ന മുന്നേ ഒരു കാര്യം പറയാം. നിങ്ങൾക്കിപ്പോൾ ഏതെങ്കിലും സ്റ്റിച്ചസ് കൺഫ്യൂഷൻ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്രോഷ്യ ബേസിക്സിൻ്റെ പ്ലേലിസ്റ്റ് ഉണ്ട്. ക്രോഷ്യ ബേസിക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്, ചാനലിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം. അതിൽ ഒട്ടുമിക്ക ബേസിക് സ്റ്റിച്ചസ് ഒക്കെ നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഏതെങ്കിലും സ്റ്റിച്ചസ് ഞാൻ പറയുന്ന സമയത്ത് കൺഫ്യൂഷൻ വരികയാണെന്നുണ്ടെങ്കിൽ അത് നോക്കിയാൽ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാവും കേട്ടോ. ഇത് ബിഗിനേഴ്സിന് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ വീഡിയോ തന്നെ മനസ്സിലാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനിയിപ്പോൾ ഇൻ കേസ് കൺഫ്യൂഷൻ വരികയാണെങ്കിൽ അത് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഫ്ലവർ ബാസ്ക്കറ്റ് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നോക്കാം. വലിയ പണിയൊന്നുമില്ല, ഈസി ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ. ആദ്യം നമുക്ക് ഒരു സ്ലിപ്പ് നോട്ടാണ് ഇട്ട് കൊടുക്കേണ്ടത്. സ്ലിപ്പ് നോട്ട് ഇടാൻ വേണ്ടിയിട്ട് നമ്മുടെ 2 വിരലിൻ്റെ മേലെ യാണിൻ്റെ ടൈലിൻ്റെ എടുത്തിട്ട് ഇതുപോലെ ഒരു എക്സ് ഷേപ്പിൽ ചുറ്റി കൊടുക്കാം. നിങ്ങൾ ഏത് മെത്തേഡിലാണ് സ്ലിപ്പ് നോട്ട് ഇടുന്നതെന്ന് വെച്ചാൽ അതുപോലെ ചെയ്യാം. ബിഗിനേഴ്സ് ആണെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ എക്സ് ഷേപ്പിൽ ഇതുപോലെ ചുറ്റിയെടുത്തിട്ട് ഈ ആദ്യം ചുറ്റിയ യാണിൻ്റെ താഴെ കൂടെ നമ്മുടെ ഹുക്ക് പാസ് ചെയ്തിട്ട് മറ്റേ യാണിൽ ഇതുപോലെ കൊളുത്തുക വലിക്കുക. ഇത്രേ ഉള്ളൂ കേട്ടോ. കൊളുത്തിയിട്ട് ഇങ്ങനെ വലിക്കുക. സ്ലിപ്പ് നോട്ടായി. ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ സ്ലിപ്പ് നോട്ടിൻ്റെ മേലേക്ക് 18 ചെയിൻ സ്റ്റിച്ചാണ്. ഓക്കെ, അപ്പോൾ ചെയിൻ സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നേ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഈ യാണുണ്ടല്ലോ, ഇത് ടെൻഷൻ മെയിൻറ്റെയിൻ ചെയ്ത് പിടിക്കണം. പലരും ഈ ക്രോഷ്യ ചെയ്ത് തുടങ്ങുന്ന സമയത്ത് ഈ ടെൻഷൻ മെയിൻറ്റെയിൻ ചെയ്ത് കറക്റ്റായിട്ട് പിടിക്കാത്തത് കൊണ്ടാണ് കയ്യിനൊക്കെ വേദനയൊക്കെ എടുക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് കറക്റ്റായിട്ട് ടെൻഷൻ മെയിൻറ്റെയിൻ ചെയ്ത് പിടിക്കുക എന്നുള്ളത് പറഞ്ഞുതരാം. ഇത് ഞാൻ ഫോളോ ചെയ്യുന്ന മെത്തേഡാണ് കേട്ടോ. അപ്പോൾ പലരും പല മെത്തേഡായിരിക്കും ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് ഏത് മെത്തേഡാണ് കംഫർട്ടബിൾ എന്ന് വെച്ചാൽ അത് ഫോളോ ചെയ്യാം. ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ 3 വിരലുണ്ടല്ലോ, ഈ ലാസ്റ്റത്തെ 3 വിരൽ, അതിൻ്റെ മേലേക്ക് നമ്മുടെ ഈ സ്ലിപ്പ് നോട്ട് ഇട്ട് വെച്ചിട്ടുള്ള യാണുണ്ടല്ലോ, അതിൻ്റെ മേലേക്ക് ഇതുപോലെ ഇങ്ങനെ ചുറ്റിയെടുക്കുക. എന്നിട്ട് ഈ ഇൻഡെക്സ് ഫിംഗർ ഉണ്ടല്ലോ, ഇൻഡെക്സ് ഫിംഗറിൻ്റെ താഴെ കൂടെ ഇങ്ങനെ എടുത്തിട്ട് മേലോട്ടെടുക്കുക. ഓക്കെ,
ഇതുപോലെ ചുറ്റിയെടുത്തിട്ട് ഈ വിരലിൻ്റെ താഴെ കൂടെ മേലോട്ട് കൊണ്ടുവരിക. എന്നിട്ട് ഈ 2 വിരലുണ്ടല്ലോ, മിഡിൽ ഫിംഗറും തമ്പും, അതും വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ഹോൾഡ് ചെയ്യാം. ഇവിടെയാണ് നമ്മൾ ഹോൾഡ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം നമ്മുടെ യാണ് ടെൻഷൻ മെയിൻറ്റെയിൻ ചെയ്താണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് എങ്ങനെയാണ് ചെയിൻ സ്റ്റിച്ച് ചെയ്യാന്നുള്ളത് നോക്കാം. ഇപ്പം നമ്മുടെ ഹുക്ക് ഇരിക്കുന്നത് യാണിൻ്റെ മുകളിലാണ്. നമുക്ക് ഈ യാണിനെ ഹുക്കിൻ്റെ മേലോട്ട് കൊണ്ടുവരണം. ഇപ്പോൾ ഹുക്കാണ് മേലെ ഇരിക്കുന്നത്, ഇനി യാണിനെ മേലോട്ട് കൊണ്ടുവരണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഹുക്കിനെ നമ്മൾ താഴോട്ട് കൊണ്ടുപോവുക. ഇതുപോലെ ലെഫ്റ്റിൽ നിന്ന് ഇങ്ങനെ കൊണ്ടുപോവുക. ഇതാണ് യാൺ ഓവർ. ഇപ്പം യാണ് ഹുക്കിൻ്റെ മേലെയാണ്, അതാണ് യാൺ ഓവർ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ലൂപ്പ് ഉണ്ടല്ലോ, ഈ ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ ഈ ഹുക്കിനെ നമ്മൾ ഇതുപോലെ ഇങ്ങനെ കൊളുത്തിയിട്ട് വലിക്കണം. അതാണ് പുൾ ത്രൂ. അപ്പോൾ ഇങ്ങനെ ഒരു യാൺ ഓവറും ഒരു പുൾ ത്രൂ ആണ് നമ്മുടെ ഒരു ചെയിൻ സ്റ്റിച്ചിൽ ഉണ്ടാവുക. ഇതുപോലെ ഇങ്ങനെ വലിക്കുക. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഒരു ചെയിൻ സ്റ്റിച്ച് ഇങ്ങനെയാണ് ചെയിൻ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഒരു ചെയിൻ സ്റ്റിച്ചായി. ഇതുപോലെ നമുക്ക് ടോട്ടൽ 18 ചെയിൻ സ്റ്റിച്ചാണ് ചെയ്യാനുള്ളത്. അപ്പോൾ യാൺ ഓവർ പുൾ ത്രൂ 2 ആയി, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18. ഓക്കെ, ഇതുപോലെ 18 ചെയിൻ സ്റ്റിച്ച് ചെയ്യാം. ഓവർ ടൈറ്റ് ആയിട്ടൊന്നും വെക്കേണ്ട കാര്യമില്ല കേട്ടോ. നിങ്ങൾ ഏത് ടെൻഷനിലാണോ ഇരിക്കുന്നത് അതുപോലെ വലിക്കുക. ഓവറായിട്ട് ടൈറ്റാക്കി വലിച്ച് കൊള്ളാക്കേണ്ട കാര്യമില്ല കേട്ടോ. ഓക്കെ, ഇപ്പം നമ്മൾ 18 ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഡബിൾ ക്രോഷ്യ ആണ് കേട്ടോ. ഡബിൾ ക്രോഷ്യ എങ്ങനെ ചെയ്യാന്നുള്ളത് പറഞ്ഞുതരാം. അതിനു മുന്നേ ഒരു ഡബിൾ ക്രോഷ്യ എന്ന് പറയുന്നത് 3 ചെയിൻ സ്റ്റിച്ചിന്റെ സൈസാണ് ഒരു ഡബിൾ ക്രോഷ്യക്ക് ഉണ്ടാവുക. ഇപ്പം നമ്മുടെ ഹുക്ക് ഇരിക്കുന്നതാണ് ഇവിടുന്ന് നോക്കുമ്പോൾ ആദ്യത്തെ ചെയിൻ സ്റ്റിച്ച്, ഇത് രണ്ടാമത്തെ ചെയിൻ സ്റ്റിച്ച്, ഇത് മൂന്നാമത്തെ ചെയിൻ സ്റ്റിച്ച്, ഇത് നാലാമത്തെ ചെയിൻ സ്റ്റിച്ച്. ഈ നാലാമത്തെ ചെയിൻ സ്റ്റിച്ചിന്റെ അകത്തേക്കാണ് ഇനി നമുക്ക് ഡബിൾ ക്രോഷ്യ ചെയ്യാനുള്ളത്. കാരണം 3 ചെയിൻ സ്റ്റിച്ചിന്റെ സൈസാണ് ഒരു ഡബിൾ ക്രോഷ്യക്ക് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ആ 3 ചെയിൻ സ്റ്റിച്ചിനെ ഒരു ഡബിൾ ക്രോഷ്യ ആയിട്ട് കണക്കാക്കുകയാണ്. ഇവിടെ 4ാമത്തെ സ്റ്റിച്ച് മുതലാണ് പിന്നെ നമ്മൾ ഡബിൾ ക്രോഷ്യ ചെയ്യുന്നത്. അപ്പോൾ ഡബിൾ ക്രോഷ്യ എങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ, നമ്മൾ യാൺ ഓവർ ചെയ്തില്ലേ സ്റ്റിച്ച് ചെയ്യുമ്പോൾ, അതുപോലെ യാൺ ഓവർ ചെയ്യാം. എന്നിട്ട് ഈ 4ാമത്തെ സ്റ്റിച്ചിലേക്ക് എന്ത് ചെയ്യുക, ഇൻസേർട്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് 4ാമത്തെ സ്റ്റിച്ച്, അതിൻ്റെ അകത്തേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും യാൺ ഓവർ ചെയ്തിട്ട് അതേ സ്റ്റിച്ചിൻ്റെ അകത്തൂടെ പുറത്തേക്ക് എടുക്കുക. ഇപ്പോൾ നോക്കുമ്പോൾ നമ്മുടെ ലൂപ്പിൽ 3 സ്റ്റിച്ചാണ് ഉണ്ടാവുക. ഇനി നമ്മൾ യാൺ ഓവർ ചെയ്തിട്ട് ഇതിൽ ആദ്യത്തെ 2 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ പുൾ ത്രൂ ചെയ്യാം. എന്നിട്ട് ഒന്നുകൂടെ യാൺ ഓവർ ചെയ്ത് അടുത്ത 2 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ പുൾ ത്രൂ ചെയ്യാം. അപ്പോൾ ഇതാണ് ഒരു ഡബിൾ ക്രോഷ്യ. ഈ കാണുന്നതാണ് ഒരു ഡബിൾ ക്രോഷ്യ. ഇതുപോലെ നമ്മൾ എല്ലാ സ്റ്റിച്ചിലേക്കും ഓരോ ഡബിൾ ക്രോഷ്യ വെച്ചിട്ട് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ യാൺ ഓവർ ചെയ്തിട്ട് ഇനി അടുത്ത സ്റ്റിച്ചിലേക്ക് ഇൻസേർട്ട് ചെയ്യാം. വീണ്ടും യാൺ ഓവർ ചെയ്തെടുക്കുക. 3 ലൂപ്പ് കിട്ടും. ആദ്യത്തെ 2 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ പുൾ ത്രൂ ചെയ്യാം, അടുത്ത 2 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ പുൾ ത്രൂ ചെയ്യാം. ഇതുപോലെ എല്ലാ സ്റ്റിച്ചിലേക്കും ഓരോ ഡബിൾ ക്രോഷ്യ ചെയ്യാം. 3ാമത്തെ ഡബിൾ ക്രോഷ്യ, 4, 5, ഓക്കെ. ഇതുപോലെ നമുക്ക് എല്ലാ സ്റ്റിച്ചിലേക്കും ഡബിൾ ക്രോഷ്യ ചെയ്തിട്ട് കാണാം കേട്ടോ. ഇപ്പോൾ എല്ലാ സ്റ്റിച്ചിലേക്കും ഡബിൾ ക്രോഷ്യ ചെയ്തിട്ടുണ്ട്. അവസാനത്തെ സ്റ്റിച്ച് മാത്രമേ ബാക്കിയുള്ളൂ. ഇങ്ങനെ അവസാനത്തെ സ്റ്റിച്ചിലെത്തുന്ന സമയത്ത് ഈ ഒരു സ്റ്റിച്ച് മാത്രമേ ഇനി ചെയ്യാൻ ബാക്കിയുള്ളൂ. ആ ഒരു സ്റ്റിച്ചിലേക്ക് നമ്മൾ ഒരേ സ്റ്റിച്ചിലേക്ക് 3 ഡബിൾ ക്രോഷ്യാണ് ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ എല്ലാത്തിലേക്കും നമ്മൾ ഓരോന്ന് വെച്ചിട്ടല്ലേ ചെയ്തത്. ഈ ലാസ്റ്റ് സ്റ്റിച്ചിൽ മാത്രം ഒരെണ്ണത്തിൽ 3 ചെയ്യാം. അതിനെയാണ് ഇൻക്രീസ് എന്ന് പറയാം കേട്ടോ. ഒരൊറ്റ സ്റ്റിച്ചിലേക്ക് തന്നെ നമ്മൾ ഒന്നിൽ കൂടുതൽ സ്റ്റിച്ച് ഇടുന്നതാണ് ഇൻക്രീസ്. അപ്പം നമ്മൾ ഒരൊറ്റ സ്റ്റിച്ചിൽ 3 ഡബിൾ ക്രോഷ്യാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് ആദ്യത്തെ ഡബിൾ ക്രോഷ്യ. ഇനി സെയിം സ്റ്റിച്ചിൽ തന്നെ സെക്കൻഡ് ഡബിൾ ക്രോഷ്യാണ്. തേർഡ് ഡബിൾ ക്രോഷ്യ ഇൻ ദ സെയിം സ്റ്റിച്ച്. ഓക്കെ, ഇപ്പോൾ ലാസ്റ്റ് സ്റ്റിച്ചിൽ നമ്മൾ 3 ഡബിൾ ക്രോഷ്യ ചെയ്ത് കഴിഞ്ഞു.
ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിന്റെ ബേസ് ഉണ്ടല്ലോ, ഈ ബേസിലാണ് നമുക്ക് സ്റ്റിച്ചുകൾ ചെയ്യാനുള്ളത്. ഈ ബേസിന്റെ മേലേക്ക് നമ്മൾ ഡബിൾ ക്രോഷ്യേസ് ചെയ്യാം. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം കാണുന്നത് നമ്മുടെ സ്ലിപ്പ് നോട്ടിന്റെ ആ ഒരു ഇതാണ്, നോട്ടാണ്. അത് കഴിഞ്ഞിട്ടുള്ള തൊട്ടടുത്ത സ്റ്റിച്ച് ഇതിന്റെ ഉള്ളിലേക്ക് ഡബിൾ ക്രോഷ്യ ചെയ്യാം. ഇതിന്റെ ഉള്ളിലേക്ക് കടത്താൻ ഇച്ചിരി പാടായിരിക്കും, അതെങ്ങനെയാന്നുള്ളത് പറഞ്ഞു തരാം. ഡബിൾ ക്രോഷ്യ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം യാൺ ഓവർ ചെയ്യാം. എന്നിട്ട് ഈ ഒരു സൈഡ് ഉണ്ടല്ലോ ഹുക്കിന്റെ, അത് വെച്ചിട്ട് ഉള്ളിലേക്ക് നമുക്ക്, കാരണം ഇതിന്റെ ഫുൾ ഉള്ളിലേക്ക് കടത്തണ്ട, ഈ ഒരൊറ്റ സ്ട്രാൻഡിന്റെ ഉള്ളിലേക്കാണ് ഇൻസേർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഈ സൈഡ് വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ കൊളുത്തുക. അപ്പോൾ ഒറ്റ സ്ട്രാൻഡ് മാത്രമായിട്ട് കിട്ടും. എന്നിട്ട് ഇൻസേർട്ട് ചെയ്യാം. ഇനി യാൺ ഓവർ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ പുൾ ത്രൂ ചെയ്യാം, സാധാ ഡബിൾ ക്രോഷ്യ ചെയ്യുന്ന പോലെ. ഓക്കെ, ഒരെണ്ണം ചെയ്തു. ഇതുപോലെ അടുത്തതിലും ചെയ്യാം. ഈ സ്ട്രാൻഡിലാണ് നമുക്കിനി ഇൻസേർട്ട് ചെയ്യാനുള്ളത്. ഇതുപോലെ കൊളുത്തുക. കൊളുത്തി കഴിഞ്ഞാൽ ഉള്ളിലേക്ക് കടക്കും. ഈ യാൺ ഓവർ ചെയ്യുക, പുൾ ത്രൂ ചെയ്യാം. ഇതുപോലെ നമ്മുടെ ഫുൾ ഡബിൾ ക്രോഷ്യേസ് ചെയ്യുക ഈ ഒരു റൗണ്ടിൽ. നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു സ്റ്റിച്ച് ഇങ്ങനെ വലുതായിട്ടിരിക്കുന്നത് കാണാൻ പറ്റും കേട്ടോ. അപ്പം അടുത്ത സ്റ്റിച്ച് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആ വലുതായിട്ടിരിക്കണതിൻ്റെ തൊട്ടടുത്തിരിക്കണ ഫ്ലാറ്റ് ആയിട്ടിരിക്കണത് നോക്കിയാൽ മതി. അപ്പോൾ ഇതിലേക്കാണ് ഇനി ഇൻസേർട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ അതിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. ഇതുപോലെ അറ്റം വരെ നമ്മൾ ഡബിൾ ക്രോഷ്യേസ് ചെയ്യുക കേട്ടോ. ഇപ്പോൾ ഞാൻ എല്ലാ സ്റ്റിച്ചിലും ഡബിൾ ക്രോഷ്യ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അറ്റത്ത് സ്റ്റിച്ച് എത്തുന്ന സമയത്ത് അതിലിനി ഒരു ഡബിൾ ക്രോഷ്യം കൂടി ചെയ്യാം. ഒരെണ്ണം ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ട്, ഒരെണ്ണം കൂടെ ചെയ്യാം. അവിടെ നമ്മൾ ഇൻക്രീസ് ആണ് ചെയ്യണത് കേട്ടോ. ലാസ്റ്റത്തെ സ്റ്റിച്ചിൽ 2 എണ്ണമാണ് ചെയ്യണത്. അപ്പോൾ ഒരെണ്ണം ഓൾറെഡി ചെയ്തു, അടുത്തത് ചെയ്യാം. അപ്പോൾ ഒരേ സ്റ്റിച്ചിൽ 2 എണ്ണം ഇട്ട് കൊടുത്തു. ഓക്കെ, ഇനി നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് ഇത് ക്ലോസ് ചെയ്യണം. അപ്പോൾ ഇവിടെ ആദ്യം കാണുന്നത് നമ്മുടെ ആ ഒരു 3 ചെയിൻ സ്റ്റിച്ച് ആയിരിക്കും. ഇവിടെ ഏറ്റവും ആദ്യം കാണുന്നത് 1 2 3. ഓക്കെ, അത് കഴിഞ്ഞിട്ട് കാണുന്നത് നമ്മൾ ഫസ്റ്റ് ചെയ്ത ഡബിൾ ക്രോഷ്യ. അപ്പോൾ അങ്ങനെ ഡബിൾ ക്രോഷ്യ നോക്കുമ്പോൾ അതിൻ്റെ മേലെ ഇതുപോലൊരു സ്റ്റിച്ച് കാണാൻ പറ്റും. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ എന്നറിയില്ല. ഇത് 3 ചെയിൻ സ്റ്റിച്ച്. അത് കഴിഞ്ഞിട്ട് ഡബിൾ ക്രോഷ്യൻ്റെ മേലെ നോക്കുമ്പോൾ ഇങ്ങനെ ഒരു സ്റ്റിച്ച്, വി ഷേപ്പിൽ ഇങ്ങനെ ഒരു സ്റ്റിച്ച് കാണാൻ പറ്റും. അതിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ ഇനി സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പം അതിൻ്റെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ ഇൻസേർട്ട് ചെയ്തിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് എങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ, ജസ്റ്റ് നമ്മൾ ഏത് സ്റ്റിച്ചിലേക്കാണോ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുന്നത് അതിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് യാൺ ഓവർ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ പുൾ ത്രൂ ചെയ്യുക. എന്നിട്ട് ആദ്യം കിട്ടിയ ലൂപ്പിനെ രണ്ടാമത് കിട്ടിയ ലൂപ്പിൻ്റെ ഉള്ളിലേക്ക്, രണ്ടാമത് കാണുന്ന ലൂപ്പിൻ്റെ ഉള്ളിലേക്ക് പുൾ ത്രൂ ചെയ്യാം. ഇത്രയേ ഉള്ളൂ സ്ലിപ്പ് സ്റ്റിച്ച്. ഓക്കെ, ഇപ്പം നമ്മുടെ റൗണ്ട് 1 കഴിഞ്ഞു. റൗണ്ട് 1ൽ ചെയ്തത് നമ്മൾ സ്ലിപ്പ് നോട്ട് ഇട്ടിട്ട് 18 ചെയിൻ സ്റ്റിച്ച് ഇട്ടു. എന്നിട്ട് അതിൽ മൊത്തത്തിൽ നമ്മൾ ഡബിൾ ക്രോഷ്യേസ് ചെയ്തു. ഇനി നമ്മൾ റൗണ്ട് 2ൽ ചെയ്യാൻ പോകുന്നതും ഡബിൾ ക്രോഷ്യേസ് ആണ്. നമ്മൾ ഈ നമ്മുടെ ഫ്ലവർ ബാസ്ക്കറ്റിൽ മൊത്തം ചെയ്യുന്നത് ഡബിൾ ക്രോഷ്യേസ് ആണ്. അപ്പോൾ റൗണ്ട് 2ൽ ഡബിൾ ക്രോഷ്യ ചെയ്യുന്ന മുന്നേ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, 3 ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. 3 ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ ഇപ്പോൾ ചെയ്തിട്ടുള്ള ഡബിൾ ക്രോഷ്യേസ് ഉണ്ടല്ലോ, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ടോപ്പിലേക്ക് ഓരോ സ്റ്റിച്ചിലേക്കും ഓരോ ഡബിൾ ക്രോഷ്യ ചെയ്യാം. ഇപ്പോൾ ഓൾറെഡി നമ്മൾ ഈ 3 ചെയിൻ സ്റ്റിച്ച് ഇട്ട സ്റ്റിച്ചാണ് ഈ കാണുന്നത്. അതിലേക്ക് ചെയ്യണ്ട, അതിൻ്റെ തൊട്ടടുത്ത സ്റ്റിച്ചിലേക്ക് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യാം. യാൺ ഓവർ ചെയ്ത് പുൾ ത്രൂ. അപ്പോൾ 3 ലൂപ്പ് കിട്ടും. ആദ്യത്തെ 2 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ പുൾ ത്രൂ ചെയ്യാം, അടുത്ത 2 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ പുൾ ത്രൂ ചെയ്യാം. ഇതുപോലെ ഇപ്പോൾ ചിലർക്ക് കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ സ്റ്റിച്ച് മാർക്കർ ഇട്ട് വെക്കാൻ പറഞ്ഞത്. ഈ ഒരു സ്റ്റിച്ചിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യേണ്ടത്, സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യേണ്ടി വരാം. അപ്പോൾ ആ ഒരു സ്റ്റിച്ച് കൺഫ്യൂഷൻ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ 3 ചെയിൻ സ്റ്റിച്ച് കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ഡബിൾ ക്രോഷ്യ, അതിൻ്റെ ടോപ്പിലുള്ള സ്റ്റിച്ച് ഉണ്ടല്ലോ, അതിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു സ്റ്റിച്ച് മാർക്കർ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിൽ ടോപ്പിലിരിക്കുന്ന വി ഷേപ്പ് ഇരിക്കുന്ന സ്റ്റിച്ചിൻ്റെ ഉള്ളിലേക്ക് ഒരു സ്റ്റിച്ച് മാർക്കർ ഇട്ട് കൊടുക്കുക. കൺഫ്യൂഷൻ വരുന്നുണ്ടെങ്കിൽ മാത്രം അങ്ങനെ ചെയ്താൽ മതി, ഇല്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. ഇനി ഓരോ സ്റ്റിച്ചിലേക്കും സാധാരണ പോലെ തന്നെ ഡബിൾ ക്രോഷ്യ ചെയ്യാം. അപ്പോൾ ഈ സ്റ്റിച്ചിലാണ് ഇട്ടത്, അടുത്ത സ്റ്റിച്ചിൽ ഡബിൾ ക്രോഷ്യ ചെയ്യാം. ഈ റൗണ്ടിൽ മൊത്തം ഇതുപോലെ ഇങ്ങനെ ഡബിൾ ക്രോഷ്യേസ് ഓൾ അറൗണ്ട് നമ്മളിങ്ങനെ ഡബിൾ ക്രോഷ്യ ആണ് ചെയ്യുന്നത്. ഇതുപോലെ ഇൻസേർട്ട് ചെയ്യുക, യാൺ ഓവർ ചെയ്ത് ഇൻസേർട്ട് ചെയ്ത് പുൾ ത്രൂ ചെയ്യുക. ഇങ്ങനെ എല്ലാത്തിലേക്കും ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുക.
ഓക്കെ. ഇതുപോലെ ഇങ്ങനെ റൗണ്ടായിട്ട് ചെയ്താൽ മതി. ഓക്കെ. ഇതുപോലെ ഇങ്ങനെ ചെയ്തിട്ട് ഇവിടെ എത്തുമ്പോൾ കാണാം കേട്ടോ. ഞാനിപ്പോൾ ലാസ്റ്റ് സ്റ്റിച്ച് എത്തിയിട്ടുണ്ട്. ലാസ്റ്റ് സ്റ്റിച്ചിലും ഡബിൾ ക്രോഷ്യ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. സ്റ്റിച്ച് മാർക്കർ ഇട്ടിട്ടുള്ള ആ സ്ഥലത്തേക്കാണ് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇതുപോലെ സ്റ്റിച്ച് മാർക്കർ വെച്ച് മാർക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ചില ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ അവിടെയാണ് കൺഫ്യൂഷൻ വരിക. ഓക്കെ, അപ്പോൾ നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഒരു റൗണ്ട് ഫുൾ ഡബിൾ ക്രോഷ്യ ചെയ്തു. ഇതേപോലെ തന്നെ ഇനി നെക്സ്റ്റ് 3 റൗണ്ടുകളും ഫുൾ ഡബിൾ ക്രോഷ്യേഴ്സ് ആണ് ചെയ്യണത്. ഇനി അടുത്ത റൗണ്ട് ഫുൾ ഡബിൾ ക്രോഷ്യ ചെയ്യാം, പിന്നെ അടുത്തത് അതിൻ്റെ അടുത്തത്, അങ്ങനെ 3 റൗണ്ടുകൾ നമുക്കിനി ഡബിൾ ക്രോഷ്യാണ് ചെയ്യാനുള്ളത്. അപ്പോൾ അടുത്ത റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന മുന്നേ ആദ്യം 3 ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ഇനി സാധാരണ പോലെ തന്നെ ഡബിൾ ക്രോഷ്യേഴ്സ് ചെയ്യാം. ഫസ്റ്റ് ഡബിൾ ക്രോഷ്യ ചെയ്താൽ അതിൻ്റെ ടോപ്പിലുള്ള സ്റ്റിച്ച് നമ്മൾ മാർക്ക് ചെയ്ത് വെക്കുക. ഫസ്റ്റ് ഡബിൾ ക്രോഷ്യ ചെയ്ത് കഴിഞ്ഞാൽ ടോപ്പിലുള്ള നമ്മുടെ ഈ ഹുക്കിൻ്റെ അടുത്തിരിക്കുന്ന സ്റ്റിച്ച്, ഈ വി ഷേപ്പുള്ള സ്റ്റിച്ച്, അത് മാർക്ക് ചെയ്ത് വെക്കുക. എല്ലാ സ്റ്റിച്ചിലേക്കും ഒരു ഡബിൾ ക്രോഷ്യ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക, നേരത്തെ റൗണ്ടിൻ്റെ അതേപോലെ. ഇതുപോലെ ഈ റൗണ്ട് കംപ്ലീറ്റ് ആക്കാം കേട്ടോ. ലാസ്റ്റ് സ്റ്റിച്ച് എത്തിക്കഴിഞ്ഞാൽ സ്റ്റിച്ച് മാർക്കർ മാറ്റിയിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതിപ്പോൾ നമ്മൾ 3rd റൗണ്ടാണ് കംപ്ലീറ്റ് ആക്കിയത്. ഇതേപോലെ തന്നെ 4th റൗണ്ടും 5th റൗണ്ടും കംപ്ലീറ്റ് ആക്കിയിട്ട് കാണാം കേട്ടോ. സെയിം പോലെ തന്നെ 3 ചെയിൻ സ്റ്റിച്ച് ഇടുക, പിന്നെ ഫുൾ ഡബിൾ ക്രോഷ്യ ചെയ്യുക, സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. ഓക്കെ ഓക്കെ അപ്പോൾ ഞാൻ റൗണ്ട് 5 ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ റൗണ്ട് 3ൽ ചെയ്ത അതേപോലെ തന്നെ റൗണ്ട് 4ഉം റൗണ്ട് 5ഉം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ചെയ്യാനുള്ളത് നമുക്ക് ഇതിൻ്റെ ഈ ഒരു പോർഷനാണ്, ഇങ്ങനെ മടക്കുന്ന ഈ ഒരു പോർഷനാണ് ചെയ്യാനുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇനി സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് ബാക്ക് ലൂപ്പിലാണ്. ബാക്ക് ലൂപ്പ് സ്റ്റിച്ചസ് ആണ് ചെയ്യാൻ പോകുന്നത്. എങ്ങനെയാണ് ബാക്ക് ലൂപ്പ് സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളത് പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന മുന്നേ നമ്മൾ ഡബിൾ ക്രോഷ്യേഴ്സ് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഡബിൾ ക്രോഷ്യേഴ്സ് ചെയ്യുന്ന മുന്നേ നമ്മൾ ആദ്യത്തെ സ്റ്റിച്ച് നമ്മൾ ചെയ്യുന്നത് 3 ചെയിൻ സ്റ്റിച്ച് ആണല്ലോ. അപ്പോൾ ആദ്യം 3 ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ഇനി ബാക്ക് ലൂപ്പ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ 3 ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ തിരിച്ചു നോക്കുക. അപ്പോൾ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു ഭാഗത്ത് ഓരോ സ്റ്റിച്ചും ഇങ്ങനെ വി ഷേപ്പിലായിരിക്കുമല്ലോ ഇരിക്കുന്നുണ്ടാവുക. ഇങ്ങനെ വി ഷേപ്പ് 2 ലൂപ്പ് ഉണ്ടാവും ഓരോ സ്റ്റിച്ചിനും, വി പോലെ. അതിൽ ബാക്കത്തെ ലൂപ്പ് ഉണ്ടല്ലോ, ഇത് ഓരോ സ്റ്റിച്ചിൻ്റെയും ഫ്രണ്ട് ലൂപ്പ് ആണെങ്കിൽ ഇത് ബാക്ക് ലൂപ്പായിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ എല്ലാ സ്റ്റിച്ചിൻ്റെയും ബാക്ക് ലൂപ്പിലേക്ക് മാത്രം ഇങ്ങനെ ഇൻസേർട്ട് ചെയ്തിട്ടാണ്. ഇങ്ങനെ 2 വി പോലെ ഇരിക്കണതിൻ്റെ ബാക്ക് ലൂപ്പിൽ മാത്രം. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഇങ്ങനെ ഒരു ബോർഡർ പോലെ ഇങ്ങനെ ഡെവലപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് മടക്കാൻ വേണ്ടിയിട്ട് എളുപ്പമായിരിക്കും. അങ്ങനെയാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഡബിൾ ക്രോഷ്യ ചെയ്യാൻ വേണ്ടി yarn ഓവർ ചെയ്യാം. എന്നിട്ട് ഈ ബാക്ക് ലൂപ്പ് 2 ഹാൻഡിലിൻ്റെ ബാക്കത്തെ ലൂപ്പിലേക്ക് ഇൻസേർട്ട് ചെയ്ത് സാധാ ഡബിൾ ക്രോഷ്യ ചെയ്യണ പോലെ തന്നെ ചെയ്യാം. ഇങ്ങനെ നമ്മൾ എല്ലാത്തിൻ്റെയും ബാക്ക് ലൂപ്പിലേക്ക് മാത്രം ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇങ്ങനെ ബാക്ക് ലൂപ്പ് മാത്രം ഈ സെയിം പോലെ തന്നെ നേരത്തെ റൗണ്ട് പോലെ തന്നെ, പക്ഷെ ബാക്ക് ലൂപ്പിലാണെന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാത്തിലും ബാക്ക് ലൂപ്പിൽ മാത്രം ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതുപോലെ ചെയ്തിട്ട് ഇവിടെ എത്തിയിട്ട് കാണാം കേട്ടോ. ഓക്കെ, ഇപ്പോൾ ലാസ്റ്റത്തെ സ്റ്റിച്ചിലും ഡബിൾ ക്രോഷ്യ ചെയ്തിട്ടുണ്ട്. ഇനി സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് ഈ റൗണ്ട് ക്ലോസ് ചെയ്യാം. ഓക്കെ, ഇനി ഒരു ചെയിൻ 1 കൂടെ ചെയ്തിട്ട് നമുക്ക് yarn കട്ട് ചെയ്യുക. ഓക്കെ, നമ്മുടെ ഫ്ലവർ ബാസ്ക്കറ്റിൻ്റെ പണി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ യാണിൻ്റെ എൻഡ് ഒന്ന് വീവിൻ ചെയ്തെടുക്കണം. ഇതും അതുപോലെ വീവിൻ ചെയ്തെടുക്കണം. അപ്പോൾ ഒരു ടേപ്പിസ്ട്രി നീഡിൽ എടുത്തിട്ട് കോർത്തിട്ട് ഉള്ളിലേക്കായിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇത് ഏതെങ്കിലും
സ്റ്റിച്ചിൻ്റെ അകത്തൂടെ കാണാത്ത രീതിയിൽ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇങ്ങനെ ഉള്ളിലേക്ക് കാണാത്ത രീതിയിൽ ഏതെങ്കിലും സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ട് കൊടുക്കുക. പെട്ടെന്ന് നമ്മുടെ ഈ ടൈലൻ്റ് അഴിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. കുറച്ചിങ്ങനെ ഏതെങ്കിലും സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ കൂടെ കാണാത്ത രീതിയിൽ, പുറത്തേക്ക് വൃത്തിയായിട്ട് തോന്നാത്ത രീതിയിൽ ഇങ്ങനെ കെട്ടിയിട്ട് കട്ട് ചെയ്താൽ മതി. ഞാനിത് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. അതേപോലെ ഈ ടൈലൻറ്റും വീവിൻ ചെയ്ത് ഉള്ളിലേക്ക് മറച്ച് വെക്കുക. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ കിട്ടും. ഇനി നമ്മൾ ഇതുപോലെ ഒന്ന് മടക്കി വെച്ചാൽ, ഇതുപോലെ മടക്കിയാൽ മതി. കാരണം നമുക്കിങ്ങനെ ചെയ്തതുകൊണ്ട് ഈസി ആയിട്ട് മടക്കാൻ പറ്റും. മടക്കി കഴിഞ്ഞാൽ അതുപോലെ നിന്നോളും, ആ ഒരു ബോർഡർ പോലെ ഉള്ളത് കൊണ്ട്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. നമ്മുടെ ബാസ്ക്കറ്റിൻ്റെ പണി കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് ആ ഫ്ലവേഴ്സ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഫ്ലവർ ചെയ്യാം. ഫ്ലവർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് മാജിക് റിങ് വെച്ചിട്ടാണ്. മാജിക് റിങ് ഒരുപാട് പേർക്ക് ഇപ്പോഴും ഭയങ്കര ഡൗട്ട്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്, പക്ഷെ ഭയങ്കര എളുപ്പമാണ് മാജിക് റിങ്. ഞാനിപ്പോൾ പറഞ്ഞുതരാം മെത്തേഡ്, അതുപോലെ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ യാണിൻ്റെ ടൈലൻ്റ് എടുത്തിട്ട് ഈ 2 വിരലുണ്ടല്ലോ, ആ 2 വിരലിൻ്റെ മേലേക്ക് ഇതുപോലെ എക്സ് ഷേപ്പിൽ ചുറ്റി കൊടുക്കുക. എന്നിട്ട് ബാക്കി പോർഷൻസ് ഈ 2 വിരൽ വെച്ചിട്ട് ഹോൾഡ് ചെയ്താൽ മതി. എന്നിട്ട് നമ്മൾ ഹുക്ക് എടുത്തിട്ട് ആദ്യത്തെ യാണുണ്ടല്ലോ, ഈ ആദ്യം ചുറ്റിയാണ്, അതിൻ്റെ താഴെ കൂടെ മറ്റേയാണ് നമ്മുടെ സ്ലിപ്പ് നോട്ടൊക്കെ ചെയ്ത് തുടങ്ങുന്ന പോലെ തന്നെ മറ്റേ ആണിലേക്ക് കൊളുത്തിയിട്ട് ഇങ്ങനെ വലിക്കുക. ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്ലിപ്പ് നോട്ടാവും. വലിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്യണം. എന്നിട്ട് ആ ട്വിസ്റ്റ് ചെയ്ത ഭാഗം പോവാണ്ടിരിക്കാൻ വേണ്ടി മറ്റേ 2 വിരൽ വെച്ചിട്ട് ഇതുപോലെ പിടിക്കുക. ഇനി നമ്മൾ യാണ് സാധാ ടെൻഷൻ മെയിൻറ്റെയിൻ ചെയ്ത് പിടിക്കുന്ന പോലെയൊക്കെ ടെൻഷൻ മെയിൻറ്റെയിൻ ചെയ്ത് പിടിക്കുക. ഈ 2 വിരൽ വെച്ചിട്ട് ഇതുപോലെ പിടിക്കുക. എന്നിട്ട് ഒരു ചെയിൻ 1 ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ഇതാണ് മാജിക് റിങ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. മാജിക് റിങ് ഭയങ്കര എളുപ്പമാണ്. ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഭയങ്കര എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫ്ലവറിൻ്റെ ഇതളുകളാണ്. അപ്പോൾ ഇതൾ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം 2 ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ചെയിൻ 1, ചെയിൻ 2. ഓക്കെ, ഇനി ഒരു ഇതളിൽ 2 ഡബിൾ ക്രോഷ്യാണ് ഉണ്ടാവുക. അപ്പോൾ ഫസ്റ്റത്തെ ഡബിൾ ക്രോഷ്യ മാജിക് റിങ്ങിലേക്ക് ചെയ്യുക. യാൺ ഓവർ ചെയ്തിട്ട് മാജിക് റിങ്ങിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. ഓക്കെ, ഇത് ഫസ്റ്റ് ഡബിൾ ക്രോഷ്യ. ഇതേപോലെ തന്നെ സെക്കൻഡ് ഡബിൾ ക്രോഷ്യ ചെയ്യുക. ഓക്കെ, 2 ഡബിൾ ക്രോഷ്യ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും 2 ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. 1, 2. അപ്പോൾ ഇതളിൻ്റെ ഒരു പോർഷനിൽ 2 ചെയിൻ സ്റ്റിച്ച്, പിന്നെ ഡബിൾ ക്രോഷ്യ, മറ്റു പോർഷനിലും 2 ചെയിൻ സ്റ്റിച്ചാണ്. അപ്പോൾ ഈ ചെയിൻ സ്റ്റിച്ചിനെ ഇങ്ങോട്ടേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. യാൺ ഓവർ ചെയ്ത് അതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ പുൾ ത്രൂ ചെയ്യാം. അപ്പോൾ 2 ലൂപ്പ് കിട്ടും. ഇനി ഇതിൽ ആദ്യത്തെ ലൂപ്പിനെ രണ്ടാമത്തെ ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ പുൾ ത്രൂ ചെയ്യാം. ഇതാണ് ഒരു ഇതൾ. ഇതുപോലെ നമുക്ക് ടോട്ടൽ 5 ഇതളാണ് ഈ ഫ്ലവറിന് വേണ്ടത്. അപ്പോൾ അടുത്തതും ഇതേപോലെ തന്നെ 2 ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഡബിൾ ക്രോഷ്യ 2 എണ്ണം. ഈ ഫ്ലവർ നമുക്ക് ഭയങ്കര എളുപ്പമാണ് കേട്ടോ. പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. ഒരു 2 വട്ടമൊക്കെ ചെയ്താൽ ഭയങ്കര ഈസി ആയിട്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റും. 2 ഡബിൾ ക്രോഷ്യ, ഇനി വീണ്ടും 2 ചെയിൻ സ്റ്റിച്ച്, ഇനി സ്ലിപ്പ് സ്റ്റിച്ച്. ഇത്രയേ ഉള്ളൂ. ഇതേപോലെ ബാക്കി ഇതളുകളും കൂടെ ചെയ്യാം. 5 ഇതളും ചെയ്തിട്ടുണ്ട്. ഒരേപോലെ തന്നെ 5 ഇതളും ചെയ്യുക. എന്നിട്ട് ലാസ്റ്റത്തെ സ്ലിപ്പ് സ്റ്റിച്ച് കഴിഞ്ഞാൽ ഒരു ചെയിൻ 1 ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ യാണ് കട്ട് ചെയ്ത് കളയാം. ഇങ്ങനെ ചെയിൻ 1 ചെയ്ത് ഇങ്ങനെ യാണ് കട്ട് ചെയ്ത് കളയുന്നതിനെയാണ് ഫാസ്റ്റൻ ഓഫ് എന്ന് പറയുക കേട്ടോ. അവസാനം നമ്മൾ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെയിൻ 1 ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത് കട്ട് ചെയ്ത് കളഞ്ഞു. നല്ല ടൈറ്റായിട്ട് വലിക്കാം. ഇത് നമ്മുടെ മാജിക് റിങ്ങിൻ്റെ യാണാണ് കേട്ടോ അതിലുണ്ടായിരുന്നത്. അപ്പോൾ അത് വലിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഹോള് ക്ലോസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അത് നല്ല രീതിക്ക് ടൈറ്റായിട്ട് വലിക്കുക. ഫുൾ ക്ലോസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നല്ല രീതിക്ക് തന്നെ വലിച്ചു കഴിഞ്ഞാൽ ഫുള്ള് ക്ലോസ്ഡ് ആവും. ഇനി നമുക്ക് ഈ 2 യാണുണ്ടല്ലോ, ഇത് 2 കൂടെ ടൈ ചെയ്തിട്ട് കട്ട് ചെയ്ത് കളയാം. ഒരു സൈഡിലേക്ക് ആക്കിയിട്ട് ഇങ്ങനെ ടൈ ചെയ്ത് കളയുക. എന്നിട്ടത് കട്ട് ചെയ്ത് കളയുക. ഞാൻ ഈ സൈഡിലേക്ക് ഇങ്ങനെ ടൈ ചെയ്ത് കൊടുക്കുകയാണ്. 2 വട്ടം ടൈ ചെയ്തിട്ട്
2-3 വട്ടം ടൈ ചെയ്ത് സെക്യൂർ ആക്കിയിട്ട് കട്ട് ചെയ്ത് കളയാം. ഓക്കെ. ഇപ്പോൾ നമ്മുടെ ഫ്ലവർ സെറ്റായി. ഇനി നമുക്ക് ഈ ഫ്ലവറിൻ്റെ സെൻറ്ററിൽ വേണമെങ്കിൽ ഒരു ബീഡ്സ് ഒട്ടിച്ചു കൊടുക്കാം, കുറച്ചുകൂടെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. B7000 ഗ്ലൂ ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്താൽ മതി കേട്ടോ. കാരണം ചിലപ്പം ഗ്ലൂ ഗൺ ആകുമ്പോൾ അതിൻ്റെ നാര് പോലെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു വൃത്തികേടാവും. ഇപ്പോൾ ഫ്രണ്ട് പോർഷനിലായതുകൊണ്ട് ഇതുപോലത്തെ ഗ്ലൂ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഒരു ബീഡ്സ് ഒട്ടിച്ചു കൊടുക്കുക. ഓക്കെ, ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഫ്ലവറാണ് കേട്ടോ. ഇത് എളുപ്പമാണ് ചെയ്യാനും. ഇങ്ങനെ ചെയ്യാം. ഇനി നമുക്കിതിൻ്റെ സ്റ്റെമ്മ് സെറ്റാക്കാം. സ്റ്റെമ്മ് സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ക്രാഫ്റ്റ് വയേഴ്സ് കട്ട് ചെയ്തെടുത്തതാണ്. അപ്പോൾ കട്ട് ചെയ്തെടുത്തത് ഇപ്പോൾ ഏകദേശം ഒരു 7 സെൻറ്റിമീറ്റർ അടുത്ത് നീളമുണ്ട്. അപ്പോൾ ഇനി ഇതുപോലത്തെ ക്രാഫ്റ്റ് വയേഴ്സിൻ്റെ മേലെ നമുക്ക് ഇതുപോലത്തെ എംബ്രോയ്ഡറി ത്രെഡ് ഉണ്ടെങ്കിൽ അത് ചുറ്റി കൊടുക്കാം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ യാണായാലും കുഴപ്പമില്ല. ഇപ്പോൾ രണ്ടായാലും വലിയ ഡിഫറൻസ് ഒന്നും വരില്ല. ഇപ്പോൾ യാണാണെങ്കിൽ ഇത്ര ഒരു കട്ടി വരും, എംബ്രോയ്ഡറി ത്രെഡ് ആണെങ്കിൽ ഇത്ര വലിയ വ്യത്യാസമില്ല. അപ്പോൾ ഏതായാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ തൽക്കാലം എംബ്രോയ്ഡറി ത്രെഡ് വെച്ചിട്ട് ഒന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട്. ചുറ്റുന്ന സമയത്ത് തുടക്കത്തിൽ മാത്രം ഇച്ചിരി ഗ്ലൂ തേച്ച് കൊടുത്താൽ മതി. എന്നിട്ട് നല്ലപോലെ ഒന്ന് ആ ഒരു തുടക്കത്തിലുള്ള ഇനീഷ്യൽ പാർട്ട് നല്ലപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ ജസ്റ്റ് ഇങ്ങനെ അതിൻ്റെ മേലെ കൂടെ ഇങ്ങനെ ചുറ്റിയെടുത്താൽ മതി. അതിൻ്റെ മേലെ കൂടി ഇങ്ങനെ സാധാ നമ്മൾ ചുറ്റിയെടുക്കുന്ന പോലെ ഇങ്ങനെ ചുറ്റിയെടുത്താൽ മതി. 2-3 ലെങ്ത്തിൽ ഫ്ലവേഴ്സ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ രസം ഉണ്ടാവും. ഞാൻ ആദ്യം എടുത്ത ലെങ്ത്ത് 7 സെൻറ്റിമീറ്റർ ആണ്. രണ്ടാമത് എടുത്തത് ഏകദേശം ഒരു 9 സെൻറ്റിമീറ്റർ ആണ് ലെങ്ത് ഉള്ളത്. അപ്പം കുറച്ചും കൂടെ ഇങ്ങനെ ലെയർ ആക്കിയിട്ട് ഫ്ലവേഴ്സ് വെക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഇങ്ങനെ ചുറ്റി കൊടുത്താൽ മതി. ചുറ്റിയിട്ട് അറ്റത്തും കുറച്ച് ഗ്ലൂ തേച്ച് കൊടുത്താൽ അത് നല്ലപോലെ സെക്യൂറായിട്ട് അവിടെ നിന്നോളും. ഇതുപോലെ കുറേ ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. ഫ്ലവേഴ്സിൻ്റെ മേലെ ബാക്കിൽ നമ്മുടെ കെട്ടിക്കൊടുത്തില്ല ആ ഭാഗത്ത് ഇച്ചിരി ഗ്ലൂ ആക്കിയിട്ട്, ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ, ഇച്ചിരി ഗ്ലൂ ആക്കിയിട്ട് നമുക്ക് ഈ സ്റ്റിക്ക് ഒട്ടിച്ചു കൊടുക്കുക. ഇതേപോലെ ഇപ്പോൾ ഞാൻ പല പല സൈസിൽ കുറേ ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. സൈസ് ഈ ഒരു സ്റ്റിക്കിൻ്റെ സൈസാണ് കേട്ടോ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇതൊരു 7 സെൻറ്റിമീറ്ററിൽ, ഇതൊരു 9 സെൻറ്റിമീറ്ററിൽ കുറച്ച് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ അതിനേക്കാളും കുറച്ചും കൂടെ ലെങ്ത്തിൽ വേറെ ഒന്ന് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇത്രയും ഫ്ലവേഴ്സ് ആവശ്യമില്ല, ഞാൻ കുറച്ചുകൂടെ ഭംഗി ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തത്. പിന്നെ പിങ്കിൻ്റെ തന്നെ കളർ ഷെയ്ഡിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിലുള്ള യാൻസ് വെച്ചിട്ട് ഉണ്ടാക്കിയാൽ മതി കേട്ടോ. സെയിം കളർ ഇല്ലയെന്ന് വെച്ചിട്ട് ചെയ്യാണ്ടിരിക്കേണ്ട. നമുക്ക് ഈ ബാസ്ക്കറ്റിൻ്റെ ബാക്കിലേക്ക് മാഗ്നറ്റ് ഒട്ടിച്ചു കൊടുക്കാം. എൻ്റെ കയ്യിലുള്ള മാഗ്നറ്റ് ഓൾറെഡി ഒരു സ്റ്റിക്കർ ടൈപ്പാണ്. അപ്പോൾ അതിൻ്റെ ബാക്കിലുള്ള ഇത് തൊലിച്ചിട്ട് വെച്ചു കൊടുത്താൽ മതി. കുറച്ചുകൂടെ നല്ല രീതിക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ 3 എണ്ണം ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലവേഴ്സിൻ്റെ എല്ലാത്തിൻ്റെയും ബാക്കിൽ ഒരു മാഗ്നറ്റ് ഒട്ടിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ തൽക്കാലം ഇതിൻ്റെ ബാക്കിൽ ചെറിയ മാഗ്നറ്റ്സ് ആണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിലിപ്പം മാഗ്നറ്റ് ഏതാണ് ഉള്ളതെന്ന് വെച്ചാൽ അത് വെച്ചിട്ട് ചെയ്യാം കേട്ടോ. ചെറിയ ഫ്ലവേഴ്സിൻ്റെയൊക്കെ ബാക്കിൽ ചെറിയ ചെറിയ മാഗ്നറ്റ്സ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാത്തിൻ്റെ ബാക്കിലും മാഗ്നറ്റ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ചിലതിൻ്റെ ബാക്കിൽ ഞാൻ ചെറുതും ചിലതിൻ്റെ ബാക്കിൽ വലിയ മാഗ്നറ്റുമാണ് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫോട്ടോസ് അയച്ചു തരാൻ മറക്കണ്ട കേട്ടോ. പിന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. പിന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.